ഹായ് ഞാനൊരു സഞ്ചാരി. എൻ്റെ ചാനലിൻ്റെ പേര് സ്വിസ് സഞ്ചാരി. യാത്ര എന്നത് വർത്തമാനകാലത്തുള്ള വെറും ഒരു സഞ്ചാരം മാത്രമല്ല. വർത്തമാനകാലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ ഭൂതകാലത്തിലേക്കും ചരിത്ര ഓർമ്മകളിലേക്കും ഗാഢമായി ഇറങ്ങിച്ചെല്ലുന്ന ഒരു മാനസിക പ്രവർത്തനമാണ് യഥാർത്ഥ യാത്ര എന്ന് പറയുന്നത്. അത്തരമൊരു യാത്രയുടെ ആരംഭത്തിലാണ് ഞങ്ങൾ. 12 ദിവസം നീളുന്ന ദക്ഷിണാഫ്രിക്കൻ യാത്രയ്ക്കുള്ള പുറപ്പാടിലാണ്. ദക്ഷിണാഫ്രിക്കയിൽ പോയിട്ടില്ലാത്തവന് അവിടുത്തെ ജീവിതം ഗാന്ധിജിയുടെ ജീവിതമാണ്, നെൽസൺ മണ്ടേലയുടെ ജീവിതമാണ്, സർവോപരി കറുത്തവൻ്റെ മുറിപ്പാടിൻ്റെ വേദനയുടെ ജീവിതമാണ്. അത്തരമൊരു ജീവിതം നേരിട്ട് കണ്ടറിഞ്ഞ് മനസ്സിലാക്കുവാനുള്ള ഞങ്ങളുടെ യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഇത് സൂറിച്ച് എയർപോർട്ട്. ചെക്ക് ഇൻ കഴിഞ്ഞു, ബോർഡിംഗ് പാസ് കിട്ടി, ഞങ്ങൾ ഗേറ്റിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഖത്തർ എയർവേയ്സ് ആണ്. ഇവിടെ നിന്ന് വൈകിട്ട് 4:30 ദോഹയ്ക്ക് പോകുന്നത്. ദോഹയിൽ നിന്ന് യോഹാനസ്ബർഗിലേക്ക്. യാത്രയുടെ കൂടുതൽ വിശേഷങ്ങൾ വഴിയെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ്. ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് മറ്റു വിശേഷങ്ങളെല്ലാം യാത്രാ മധ്യേ നിങ്ങൾ അറിയിക്കുന്നതാണ്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ബട്ടണും അമർത്തി കമൻസും ഇട്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഞങ്ങളുടെ ഈ യാത്രയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ETT ഹോളിഡേയ്സാണ്. ETT ഹോളിഡേയ്സിൻ്റെ എല്ലാമായ ജോബിൻസിനും ഞങ്ങളുടെ കൂട്ടത്തിൽ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം, ഈ യാത്ര ഇതിനെക്കുറിച്ച് ഒരു ചെറിയ ബ്രീഫിംഗ് ചെയ്യാൻ പറ്റുമോ? ചെറിയ ബ്രീഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു രാജ്യമാണ് ഈ സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത്. കാരണം നമ്മളുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ പ്രവാസ ജീവിതം ആരംഭിച്ചത് തന്നെ പുള്ളിയൊരു പ്രവാസിയാണ് നമ്മൾ. അപ്പം അത് സൗത്ത് ആഫ്രിക്കയിലാണ്. ഏതാണ്ട് 10-20 വർഷത്തോളം ഗാന്ധിജി അവിടെ ഉണ്ടായിരുന്നു. പല തിക്താനുഭവങ്ങളും പിന്നെ അഹിംസയ്ക്കെതിരായിട്ടുള്ള രീതിയിൽ സമരം ചെയ്യുന്ന കാര്യങ്ങൾ. പുള്ളി വക്കീലായിരുന്നു. അപ്പം ആ രീതിയിൽ പുള്ളി വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇന്ത്യ വന്നിട്ട് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വന്നത്. അപ്പോൾ ആ രാജ്യം കാണുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും വളരെ സന്തോഷകരമായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇവിടുന്ന് 16-17 പേരുണ്ട്. പിന്നെ സ്വിറ്റ്സർലൻഡിൽ നിന്ന്, പിന്നെ വിയന്നയിൽ നിന്ന് 2-3 പേര് വരുന്നു, പിന്നെ ദുബായിൽ നിന്ന് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ഗോവ, ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ട്. എല്ലാം കൂടെ ഒരു 28-30 പേരോളം നമ്മളുടെ ഗ്രൂപ്പിലുണ്ട്. വളരെ നല്ല ഇൻഫർമേറ്റീവായിട്ടും അതുപോലെ തന്നെ ഒരു ലെഷർ ട്രിപ്പുമാണ്. അവരുടെ കൾച്ചർ, അവരുടെ മ്യൂസിക്, ആഫ്രിക്കൻ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സംതിങ് അട്രാക്റ്റീവ്. ദാറ്റ് വി ക്യാൻ ദ റിതമിക് സ്റ്റൈൽ ഓഫ് ദിസ് മ്യൂസിക് ഫ്രം ദ ആഫ്രിക്ക ഈസ് വെരി അട്രാക്റ്റീവ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ അവരുടെ ലാൻഡ്സ്കേപ്പ്, ഇതിനേക്കാൾ എല്ലാത്തിലും ഉപരി നമ്മളുടെ സഫാരി ടൂർ, അതായത് പിലാനസ്ബർഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൺ ഓഫ് ദി ബിഗസ്റ്റ് വൺ ഇൻ ദ വേൾഡ്, അതാണ് ക്രൂഗർ പാർക്ക്. അവിടെ നമ്മൾ സഫാരി ടൂർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം it is one surprising tour. That means everybody will be entertaining. It's attractive. I think it will be amazing trip. ഞങ്ങളും അതേ ത്രില്ലിലാണ്. ആദ്യമായിട്ടാണ് എല്ലാവരും ഈ യാത്രയ്ക്ക് പോകുന്നതെന്ന് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ആഫ്രിക്കയ്ക്ക് ആദ്യമായിട്ടല്ലേ എല്ലാവരും? ഇവിടുന്ന് ഒരു ഗ്രൂപ്പ് നേരത്തെ പോയിട്ടുണ്ട്. പക്ഷേ അവർ ക്രൂഗർ പാർക്കിലൊന്നും പോയിട്ടില്ല. എനിക്ക് തോന്നുന്നു അവർ പിലാനസ്ബർഗിലായിരിക്കും പോയിരിക്കുന്നത്. ക്രൂഗർ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് എല്ലാ വൈൽഡ് ആനിമൽസിനെയും കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് ഇരിക്കുന്നത്. വാട്ട് ഈസ് കമ്മിങ്, വാട്ട് വി ആർ ഗോയിങ് ടു സീ. ആ ഒരു ആവേശത്തിലാണ്. അപ്പോൾ നമുക്ക് വഴിയെ യാത്രയുടെ ചില കാര്യങ്ങൾ ചോദിക്കാം, വീണ്ടും കാണാം. നമ്മളിപ്പം ഖത്തറിലാണ് പോകുന്നത്. എല്ലാവരും വളരെ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പം നമ്മുടെ ദോഹ ചെല്ലുമ്പോൾ ഇവരെല്ലാവരും നമ്മുടെ കൂട്ടത്തിൽ കൂടും. അപ്പം അത് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു അടിപൊളി ട്രിപ്പായിരിക്കും കേട്ടോ. ഓക്കെ, വളരെ സന്തോഷം. താങ്ക് യു. മഞ്ഞ് വീഴ്ച കാരണം ഞങ്ങളുടെ ഫ്ലൈറ്റ് 1 മണിക്കൂർ താമസിച്ചാണ് ടേക്ക് ഓഫ് ചെയ്തത്. ഗ്രൂപ്പ് ആയതിനാലും ഫ്ലൈറ്റ് ഫുൾ ആയതിനാലും പലർക്കും പലയിടത്താണ് ഇരിപ്പിടം കിട്ടിയത്. പക്ഷേ അത് ഞങ്ങൾ തമ്മിൽ കൈമാറി. ഖത്തർ എയർവേയ്സ് വേർപിരിച്ചത് അങ്ങനെ ഞങ്ങൾ വീണ്ടും വിളക്കിച്ചേർത്തു. അരമണിക്കൂറിലധികം താമസിച്ചാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ദോഹയിലെ ഹമദ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തത്. ഫ്ലൈറ്റിൽ നിന്നും ഇറങ്ങി ബസ്സിൽ കയറി വീണ്ടും അടുത്ത ടെർമിനലിലേക്ക്, അവിടെ സ്കാനിങ്ങും ചെക്കിങ്ങും ബോർഡിങ്ങും കഴിഞ്ഞ് വീണ്ടും ബസ്സിൽ കയറി ഏതാണ്ട് ഇറങ്ങിയ അതേ ഇടത്ത് മറ്റൊരു ഫ്ലൈറ്റിലേക്ക് കയറി. പുലർച്ചെ 2:30 ഞങ്ങളുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു.
ഇനിയുമുണ്ട് 8 മണിക്കൂറിലധികം യാത്ര. ദക്ഷിണാഫ്രിക്കയുടെ തെളിഞ്ഞ ആകാശത്തിലൂടെ ഞങ്ങളുടെ വിമാനം ശാന്തമായി ഒഴുകുന്നു. ആ ശാന്തതയിൽ ലയിച്ച് എല്ലാവരും നന്നായി ഉറങ്ങുന്നു. രാവിലെ 9 മണി കഴിഞ്ഞതോടെ മാനത്തെ കിളിവാതിലിലൂടെ സൗത്ത് ആഫ്രിക്കൻ മണ്ണിലെ കാഴ്ചകൾ കണ്ടു തുടങ്ങി. എന്റെ ഉത്സാഹം വർദ്ധിച്ചു. ഫ്ലൈറ്റ് ലാൻഡിങ്ങിനായി അടുത്തു തുടങ്ങിയതോടെ ജോഹാനസ്ബർഗിലെ ആകാശ കാഴ്ചകൾ കൂടുതൽ വ്യക്തമായി തുടങ്ങി. രാവിലെ 10 മണിയോടെ ഞങ്ങളുടെ ഫ്ലൈറ്റ് ജോഹാനസ്ബർഗിൽ ലാൻഡ് ചെയ്തു. അങ്ങനെ 28 പേർ അടങ്ങുന്ന ഞങ്ങളുടെ ETT ഗ്രൂപ്പ് ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ ആദ്യമായി കാലുകുത്തി. നമസ്കാരം, വെൽക്കം ടു ജോഹാനസ്ബർഗ്. നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. നീണ്ട ഒരു ഫ്ലൈറ്റ് ജേർണി ആയിരുന്നു. എല്ലാം വളരെ വെങ്കിലിക്കായിട്ട് പോയി. ഇച്ചിരി മഞ്ഞ് വീണിച്ചിരി പ്രശ്നം വന്നു. പക്ഷേ നമുക്ക് മാത്രമേ വന്നുള്ളൂ. ഗോവ എന്നുള്ളവർക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. എല്ലാങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് പോകുന്നു. നമ്മുടെ ആൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. സോ വി ആർ ഓൺ ദി സേഫ് സോൺ. നമുക്ക് പോകാം. ഓക്കെ, എൻജോയ്. യഥാർത്ഥ സഞ്ചാരികൾ നാടിനെയും നാട്ടുകാരെയും കാണുക മാത്രമല്ല, അവരുടെ സംസ്കാരത്തെയും തൊട്ടറിയുന്നു. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾക്കും രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തികൾക്കും അപ്പുറം വ്യത്യസ്തമായ സാഹചര്യങ്ങളെ തൊട്ടറിയുവാനും അനുഭവിക്കുവാനുമുള്ള ഞങ്ങളുടെ യാത്ര അടുത്ത ദിവസം മുതൽ ആരംഭിക്കുകയാണ്.